ഗേറ്റിന് ചോദിക്കാൻ പറ്റുന്ന മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ വേഗം ആൻസർ ചെയ്യാൻ എന്നുള്ള സീരീസിൽ ഫസ്റ്റ് എപ്പിസോഡാണിത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐഗൺ വാല്യൂ പ്രോബ്ലമാണ്. ഐഗൺ വാല്യൂ എങ്ങനെ 2 സെക്കൻഡിൽ സോൾവ് ചെയ്യാന്നുള്ളത്. ഫൈൻഡ് ഐഗൺ വാല്യൂ ഓഫ് ഫോളോയിങ് മെട്രിക്സ്. മെട്രിക്സ് എന്ന് വെച്ചാൽ -1 3 5 -3 1 6 0 0 3. ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. 3 മെത്തേഡിലാണ് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് മെത്തേഡ്, അതായത് ലാംഡ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. ഇതിനെ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന്. ഈ ഇക്വേഷനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്തെന്ന് വെച്ചാൽ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം -1 മൈനസ് ലാംഡ 3 5 -3 -1 മൈനസ് ലാംഡ 6 0 0 3 മൈനസ് ലാംഡ എന്ന് കിട്ടും. അതായത് ഡയഗണൽ എലിമെൻറ്റ്സ് മാത്രം മൈനസ് ലാംഡ ചെയ്യും, ഇക്വേറ്റഡ് 0. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ലാംഡ ക്യൂബിലുള്ളൊരു ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്ന. ലാംഡ ക്യൂബ് ലാംഡ സ്ക്വയർ കിട്ടും. ഇതിൽ സോൾവ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ലാംഡയുടെ വാല്യൂ 3 കിട്ടും. ഇതിന് നിങ്ങൾക്ക് മിനിമം ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ എടുക്കും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്സാമിന് ടൈം എന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് പെട്ടെന്ന് സോൾവ് ചെയ്താൽ ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും. ഇതിന് യൂസ് ചെയ്യുന്നതാണ് ട്രിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ട്രിക്സ് എന്ന് വെച്ചാൽ പ്രോപ്പർട്ടി ഓഫ് ഐഗൻ വാല്യൂസ് ആണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ സം ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഐഗൻ വാല്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക. ആദ്യം നമ്മൾ ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ സം കണ്ടുപിടിക്കുക. -1 -1 +3, അതിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ 1 ആണ്. ഇനി നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് സമ്മ് 1 വരുന്നത് കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ എടുക്കുക. ഓപ്ഷൻ എ എടുത്ത് നോക്കിയ അതിൻ്റെ അകത്ത് ഐ വരുന്നുണ്ട്. 5i 4i ആവും. 6 3 9 12. 12 + 4i ആണ് വരുന്നത്. അത് കറക്റ്റ് അല്ല. രണ്ടാമത്തത് എടുത്ത് നോക്കിയ മൂന്നാമത്തെ എടുത്ത് നോക്കിയാലും ഇതുപോലെ വരും. 11 + i. നാലാമത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആൻസർ എന്ന് വെച്ചാൽ 1 ആണ്. അപ്പം നമുക്ക് ഓപ്ഷൻ ഡി ആണ് നമ്മളെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിൻ്റെ ഉത്തരം എന്ന് പറയണം. അപ്പോൾ ഐഗൺ വാല്യൂ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം, 2 സെക്കൻഡ് കണ്ടുപിടിക്കാം. അടുത്ത മൂന്നാമത്തെ മെത്തേഡാണ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ്. ഇതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. -1 3 5 -3 1 -1 6 0 0 3. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് വെച്ചാൽ -1 എടുക്കുക. ആ റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. ബാക്കി -1 × 3 -6 × 0 എടുക്കുക. രണ്ടാമത്തെ വാല്യൂ എടുക്കുക. റോയും കോളവും മാറ്റുക. അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ 30 കിട്ടും. അപ്പോൾ ഇതിൽ പ്രോഡക്റ്റ് 30 വരുന്നത് ചെക്ക് ചെയ്യുക. അപ്പോൾ എയിലെന്ന് വെച്ചാൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ 30 അല്ല. രണ്ടാമത്തെ ബി ഓപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30 അല്ല. സി ഓപ്ഷൻ ചെക്ക് ചെയ്താലും 30 അല്ല. ഡി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡി ചെയ്യാൻ നേരത്ത് -3i the whole square 1 - അതായിരിക്കും. അതായത് 9 i -1 ആയിരിക്കും i സ്ക്വയറിൻ്റെ വാല്യൂ. അപ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ 9 + 1 10 മൾട്ടിപ്ലൈഡ് ബൈ 3 എന്ന് വെച്ചാൽ 30 ആയിരിക്കും. അപ്പം ഡിറ്റർമിനൻറ്റ് ഓഫ് എയും ഇതും ഒന്നായിട്ട് വന്നു. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ 2 മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി വേറൊരു വലിയൊരു പ്രോബ്ലം 4x4 മെട്രിക്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മളതിൻ്റെ സം എടുക്കുക. സം എടുക്കാൻ നേരത്ത് ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ സം എടുക്കാൻ നേരത്ത് നമുക്ക് കിട്ടേണ്ടതെന്ന് വെച്ചാൽ 7 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നിന്ന് 7 വരുന്നത് നോക്കുക. ഫസ്റ്റിൻ്റെ ഓപ്ഷൻ എടുത്ത് നോക്കിയാൽ സം എന്ന് വെച്ചാൽ 0 ആയിരിക്കും. സെക്കൻഡിൻ്റെ എന്ന് വെച്ചാൽ 7 ആണ്. തേർഡിൻ്റെ എന്ന് വെച്ചാൽ 4 3 7 8 10 ആണ്.
നൺ ഓഫ് ദി എബോ. അപ്പോൾ ഉത്തരം 7 വന്നിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും ഇതിൻ്റെ ഐഗൻ വാല്യൂസ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പം നിങ്ങൾക്ക് സമയം ലാഭിക്കാനായിട്ട് ഇതേ ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ട്രിക്സുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ എത്തുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.